അതെ, എനിക്കവനെ എത്ര ഇഷ്ടമാണെന്നറിയോ. അവനും അങ്ങനെ തന്നെ ആയിരിക്കും. അതിതീവ്ര പ്രണയങ്ങളൊന്നും വിവാഹത്തിലെത്താതിരിക്കുന്നതാണ് അവ മരിക്കാതിരിക്കാനുള്ള ഏക വഴിയെന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ശരിയാണെന്ന് എനിക്കെപ്പോഴും തോന്നാറുമുണ്ട്. ഞങ്ങൾ ആദ്യമായി കാണുന്നത് ഒരു ഹോട്ടലിൽ വെച്ചാണ്. ഞാൻ IT കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയം അവിടെ ഫ്രഷേഴ്സിനായി ഒരു ട്രെയിനിങ് പ്രോഗ്രാം കമ്പനി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനായാണ് 5 ദിവസത്തേക്കായി ഞാൻ ആ ഹോട്ടലിലെത്തിയത്. അവിടെ തന്നെ മറ്റൊരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ട്രെയിനറായിരുന്നു അവൻ. പാസ് ചെയ്ത് പോയപ്പോൾ എപ്പോഴൊക്കെയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടാകണം, പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തിരുന്നില്ല. ഒരു ദിവസം ഞാൻ രാവിലെ എൻ്റെ ഫ്രണ്ട്സുമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ടേബിളിനടുത്തേക്ക് അവൻ വന്നു. എന്നോട് ചോദിച്ചു, എവിടെയാ നാടെന്ന്. ഞാൻ എൻ്റെ നാട് പറഞ്ഞു. പെട്ടെന്ന് അവൻ തിരിഞ്ഞ് അവൻ്റെ ഫ്രണ്ട്സിനെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ അസസ്മെൻറ്റ് കറക്റ്റാണ്, എൻ്റെ നാട്ടുകാരി തന്നെയാണെന്ന്. അങ്ങനെയാണ് ഞങ്ങളുടെ വർത്തമാനവും സൗഹൃദവും തുടങ്ങുന്നത്. ആ 5 ദിവസങ്ങളിൽ ഞങ്ങൾ വൈകുന്നേരവും രാവിലെയും ഫ്രീ ടൈമുകളിൽ സംസാരിക്കുകയും കാണുകയും ഒന്നിച്ചിരുന്ന് എല്ലാവരുമായി ഭക്ഷണം കഴിക്കുകയും ചെയ്തു. പിരിയാൻ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും നമ്പറുകൾ കൊടുത്ത് പോകുമ്പോൾ ഇനിയും കാണാമെന്നല്ല, കാണുമെന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ പുതിയ കമ്പനിയിലെ ജോലിയല്ലേ, പുതിയ ജോയിനിങ് അല്ലേ, സീനിയേഴ്സിൻ്റെ പിന്നാലെ നടന്ന് ഓരോന്ന് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വൈകുന്നേരം എത്തുമ്പോഴും ഒക്കെ വൈകുന്ന കാരണം കൊണ്ട് ആ സൗഹൃദം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്നൊരു ദിവസം അവൻ്റെ ഒരു മെസ്സേജ് വന്നു. അപ്പോഴാണ് ഞാൻ അവനെ ഓർത്തത് പോലും. പിന്നെ ആ മെസ്സേജുകൾ കഴിച്ചോ സുഖാണോ അങ്ങനെ പോയി. ഞങ്ങൾ ഒരിക്കലും സംസാരിച്ചിരുന്നില്ല ഹോട്ടലിൽ നിന്ന് പിരിഞ്ഞ ശേഷം. പെട്ടെന്നൊരു ദിവസം എനിക്കൊരു കോൾ വന്നു. അതെ, ഇയാൾക്ക് തമിഴ് അറിയോ എന്നായിരുന്നു ചോദ്യം. ഞാൻ പറഞ്ഞു, കുറച്ച് അവിടെ ഇവിടെയും തൊടാതൊക്കെ അറിയാം, ഈ സിനിമയൊക്കെ കണ്ട ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞതാണ്. ആണോ, എന്നാൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. എന്താ ഹെൽപ്പെന്ന് ഞാൻ ചോദിച്ചു. പുള്ളിയുടെ ഫ്രണ്ട്സിനൊക്കെ ലവേഴ്സ് ഉണ്ട്, ആൾക്കതില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവനൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്. ആളുടെ ലവർ ചെന്നൈയിലാണ്, തമിഴത്തിയാണെന്നൊക്കെ. എന്തെങ്കിലും കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് 6-7 മാസമായി. ഇപ്പോൾ അവർക്ക് എന്തോ ഒരു ഡൗട്ട് പോലെ, ഞാൻ അവരെ പറ്റിക്കുന്നതാണോ ഫേക്കാണോ എന്നൊക്കെ. അതുകൊണ്ട് അവരോടൊന്ന് സംസാരിക്കണം, അതാണ് ആവശ്യം. എനിക്കാദ്യം ചിരിയാണ് വന്നത്. ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ ചിരി വരും. ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ ഫോണിലേക്ക് ഒരു ദിവസം വിളിച്ചു. അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സിനോട് അധികം തമിഴൊന്നും പറയാതെ കൂടുതൽ കാര്യങ്ങളൊക്കെ മൂളിക്കേട്ട് ഞാൻ ഒരുവിധം ഒപ്പിച്ചു. അതിനവനൊരു താങ്ക്സ് ഒക്കെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, താങ്ക്സ് പോരാ, ട്രീറ്റ് വേണമെന്ന്. പിന്നെന്താ, ചെയ്യാമല്ലോ എന്നായി. അങ്ങനെ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ദിവസം ഒരമ്പലത്തിൽ വെച്ച് കണ്ടു. അമ്പലത്തിൽ വെച്ച് കണ്ടതും ആകസ്മികമായിരുന്നു. അവൻ്റെ പെങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ അവൻ്റെ കുടുംബത്തെയും ഞാൻ പരിചയപ്പെട്ടു. പിന്നെ അതങ്ങ് കൂടി, ഞങ്ങളങ്ങ് സംസാരിക്കാൻ തുടങ്ങി, കാത്തിരുന്ന പോലെ. അവനും എനിക്കും എന്തൊക്കെയോ സെയിം വൈബ്സ് ഉള്ള പോലെ ഞങ്ങൾക്ക് തോന്നി. ആ സംസാരം അങ്ങനെ നീണ്ടു പോയി. എനിക്ക് അവനോടും അവൻ എന്നോടും സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയായി. അവനേറെ വിശ്വാസമുള്ള ഒരമ്പലത്തിൽ ഞങ്ങൾ സ്ഥിരം പോകാൻ തുടങ്ങി. ആ അമ്പലത്തിലെ ദേവിയായിരുന്നു അവന് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ആ ദേവിയുടെ പ്രസൻസിലാണ് ഞങ്ങളുടെ ഉള്ളിലെ സ്നേഹവും ഇഷ്ടവും പേരറിയാത്ത എന്തൊക്കെയോ ബന്ധങ്ങൾ വളർന്നത്. അവന് വേണ്ടി അവിടെ നാരങ്ങ വിളക്ക് കത്തിക്കുക എന്നത് എൻ്റെ ഒരു വലിയ ഹോബിയായിരുന്നു. കാരണം ഞാൻ അവനായി നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് അവനേറെ ഇഷ്ടമായിരുന്നു. ഞങ്ങൾ പോകെ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് പരസ്പരം പിരിയാൻ കഴിയില്ല എന്ന്.
പക്ഷേ പ്രണയമാണെന്ന് പറയാൻ ഞങ്ങളുടെ മനസ്സിലെ ഈഗോ സമ്മതിച്ചുമില്ല. പക്ഷെ ഒരു ദിവസം ഞാനത് പറയാൻ തന്നെ വിചാരിച്ച് അവൻ്റെ മുന്നിലെത്തി. ആഹാ, കഥയൊക്കെ കേട്ടിങ്ങനെ സുഖിച്ചിരിക്കുകയല്ലേ? സബ്സ്ക്രൈബ് ചെയ്യില്ല, ലൈക്ക് ചെയ്യില്ല, കമൻറ്റും ചെയ്യില്ല. പിന്നെ ഇത് ആര് കേൾക്കാനാണ് ഞാൻ ഈ കഥയൊക്കെ പറയുന്നത്? അപ്പോൾ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തട്ടെ. ഗുഡ് നൈറ്റ്.